നീ പൊയ്ക്കോ. ഇനി സ്വാതിക്ക് കൂട്ടായി അങ്കിള് മതി. അമ്മോ, ചേച്ചി. അമ്മോ, നീ ഇല്ലേ എന്റെ കൂടെ? ഞാൻ അടുത്തുണ്ട് ചേച്ചി. ചേച്ചി വിട്ട് ഞാൻ പോവില്ല. എനിക്കതിന് കഴിയില്ല. വന്നേ, അങ്കിൾ ഉണർന്ന നിന്നെ കാണും. പിന്നെ അങ്കിൾ എങ്ങനെ പെരുമാറുമെന്ന് ഊഹിക്കാൻ പോലും കഴിയില്ല. നീ റൂമിലേക്ക് ചെല്ല്. ഞാൻ പറയുന്നതെന്ന് കേൾക്ക്. ചെല്ല്. അമ്മോ, പൊയ്ക്കോ. ചെല്ല്, പോ. Love you, Swati. അദ്ദേഹത്തിന് എന്തോ ആപത്ത് വരും പോലെ മനസ്സിൽ തോന്നിയതേ ഉള്ളൂ. ചോര കണ്ടു. ഹലോ, ആരാ? ഇത് ഞാൻ തന്നെയാടി, ദക്ഷ. മംഗലശ്ശേരിയിൽ എനിക്ക് നേർക്ക് നേർ നിന്നിട്ടുള്ളത് നീ മാത്രം. ഞാൻ ആരാണെന്ന് നീ ഇന്നുവരെ അവിടെ ആരോടും പറഞ്ഞിട്ടില്ല. അതുപോലെ നീ ആരാണെന്ന സത്യവും ഞാനും മംഗലശ്ശേരിക്കാരെ അറിയിച്ചിട്ടില്ല. എന്നിട്ടും നീ എന്നോട് വെല്ലുവിളിയുമായി വന്നു. എനിക്ക് നീ ഒരു പ്രതിയോഗി അല്ലെങ്കിലും ഞാൻ ആ വെല്ലുവിളി ഏറ്റെടുക്കുന്നു. നിനക്ക് എന്താ വേണ്ടേ? എനിക്കിന്ന് ഏറ്റവും സന്തോഷമുള്ള ദിവസമാണടി. എനിക്ക് നിന്നെ ഒന്ന് കാണണം. അരമണിക്കൂറിനുള്ളിൽ നമ്മൾ അന്ന് കണ്ട ദേവീക്ഷേത്രത്തിൽ നീ എത്തണം. എന്താ, പേടിയുണ്ടോ നിനക്ക്? നിങ്ങൾ ഞാനിതിന് പേടിക്കണം? നിങ്ങൾ പേടിക്കേണ്ടതേ എന്നെയാ. ആ, നീ വന്നേക്ക്. ഞാൻ ക്ഷേത്രത്തിലുണ്ടാവും. ദക്ഷയുടേത് കൊലച്ചിരിയ. ഇന്ന് അവർക്ക് സന്തോഷമുള്ള ദിവസമാണെന്ന് പറയണമെങ്കിൽ നീ സ്വാതിയുടെ കൂടെ ഹോസ്പിറ്റലിൽ പോയില്ലായിരുന്നോ? ഇല്ല. വല്യപ്പച്ചി തന്നെ ഒഴിവാക്കി കാണും. അതെ, എനിക്കൊരു വിവരം അറിഞ്ഞ കൊള്ളുന്നുണ്ട്. അതിന് നിങ്ങളെ കാണാൻ വന്നത്. വേഗം പറഞ്ഞു, എനിക്ക് ഓഫീസിൽ പോകാൻ സമയമായി. അല്ല, നീ എന്താ ടെൻഷനായ പോലെ? മാണിക്യമംഗലം നിങ്ങൾ ആർക്കെങ്കിലും വിറ്റോ? ഇത് ചോദിക്കാനാണോ? ആ തറവാട് അതിന്റെ അവകാശി വന്നാൽ വിട്ടുകൊടുക്കാനിരിക്കുന്ന കാര്യം നിനക്കറിയാവുന്നതല്ലേ? എനിക്കറിയേണ്ടത് അത് ആർക്കെങ്കിലും വിട്ടുകൊടുത്തോ എന്നാണ്. വിട്ടുകൊടുത്തു. ഇപ്പൊ മംഗലശ്ശേരി വകയല്ല ആ വീടും പറമ്പും.
അതിന്റെ അവകാശം വന്നപ്പോ വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റുമോ? അത് അച്ഛന്റെ മുത്തച്ഛന്റെ ആഗ്രഹമല്ലേ? ഇനിയുള്ള ദക്ഷയുടെ പടപ്പുറപ്പാട് മംഗലശ്ശേരിക്ക് നേരെ പ്രകടമായിട്ടാവും. ഏയ്, നീ എന്താ ആലോചിക്കുന്ന? വിലക്കാണോ അവരത് വാങ്ങിയത്? വിലയ്ക്ക് വാങ്ങാൻ അവർ താല്പര്യപ്പെട്ടെന്നാ ശർമാജി പറഞ്ഞ. അത് സൗജന്യമായി വിട്ടുകൊടുക്കാനല്ലേ അച്ഛൻ വാങ്ങിയത്. സൗജന്യമായിട്ട് തന്നെ എഴുതി കൊടുത്തു. വിലയ്ക്ക് വാങ്ങാൻ വരുന്നവർക്ക് എന്തിനു സൗജന്യമായിട്ട് നൽകണം? അങ്ങനെയാണെങ്കിൽ അവര് കാശുകാരായിരിക്കില്ലേ? അവിടെ ഒരു അഗതി മന്ദിരം തുടങ്ങായിരുന്നു. അതായിരുന്നു വേണ്ടിയിരുന്നത്. നീ എന്തിനാ വീടിനെ പറ്റി ഇത്ര ഉത്കണ്ഠപ്പെടുന്നത്? ആ വീടിന്റെ പാപങ്ങളാ ഇവിടെയുള്ളവർ അനുഭവിക്കുന്നത്. ഇന്ന് ഞാൻ അതിനെപ്പറ്റി ഓർത്തപ്പോ എന്റെ വിരൽ മുറിഞ്ഞു. അത് ശ്രദ്ധ കുറവുണ്ടോ? എവിടെ കാണട്ടെ? വലിയ മുറിവാണോ? അല്ല, അത് സാരമില്ല. അവിടെ പോയി വിളക്കും പൂജ ഒപ്പൊക്കെ നടത്തിയിട്ടാ ഇത്തരം ചിന്തകളൊക്കെ മനസ്സിൽ വരുന്നത്. ഇനി അതങ്ങ് മറന്നേക്ക്. അച്ഛന് ചെയ്യാൻ കഴിയാത്ത കാര്യം ഞാൻ ചെയ്തെന്നുള്ള ചാരിതാർത്ഥ്യം എനിക്ക്. നീ ആ മുറിവിലേക്ക് എന്തെങ്കിലും മരുന്ന് വയ്ക്കാൻ നോക്ക്. ആ തറവാട് കൈക്കലാക്കാൻ വേണ്ടിയാ ദക്ഷ ഇതുവരെ കാത്തിരുന്നത്. ഇനി ആര് വേണമെങ്കിലും കൊല്ലപ്പെടാം. ദക്ഷ കാണാൻ വിളിച്ചിരിക്കുന്നത് എന്റെ ജീവൻ എടുക്കാൻ തന്നെയാവും. ഇനി ചേച്ചിയുടെ നേരെ അവര് വരരുത്. അതിന് ജീവൻ കൊടുക്കാൻ ഞാൻ തയ്യാറാ. മതി മറന്ന് ആഹ്ലാദിക്കുന്ന ദക്ഷയുടെ മനസ്സിൽ തന്നെ പ്രഹരിക്കണം. നിങ്ങളായിട്ട് എന്നെ കാണാൻ വിളിച്ചതല്ലേ? ഞാൻ വരുന്നുണ്ട്. സ്കാനിംഗ് റിപ്പോർട്ട് വരുന്നത് വരെ ഇവിടെ വെയിറ്റ് ചെയ്താൽ മതി. താങ്ക് യു സിസ്റ്റർ. ഓക്കെ. ഒരുപാട് സമയം കാത്തിരിക്കണോ അമ്മേ? ഡോക്ടർ റൗണ്ട്സിന് പോയിരിക്കെ. ഡോക്ടർ വരുമ്പോഴേക്കും റിപ്പോർട്ടും കിട്ടും. കുടിക്കാൻ എന്തെങ്കിലും വേണോ മോളെ? ഒന്നും വേണ്ടച്ചാ, ഇവിടെ നിന്നൊന്ന് പോയി കിട്ടിയാ മതി. അമ്മേ, അവരെന്തിനാ അമ്മേ കരയുന്നേ? അവരുടെ ആരെങ്കിലും സീരിയസ് ആയി കിടപ്പുണ്ടാവും. കണ്ടിട്ട് വിഷമം തോന്നുന്നു. ആന്റി എന്തിനാ കരയുന്നേ? ഞാൻ എന്റെ സങ്കടം കൊണ്ട് കരഞ്ഞു പോയതാ മോളെ. ആരാ ഇവിടെ കിടക്കുന്നത്? എന്റെ മോളാ. അവളെ ലേബർ റൂമിലോട്ട് കൊണ്ടുപോയിട്ട് 10 മണിക്കൂർ കഴിഞ്ഞു. ഡേറ്റ് ആയില്ലേ? പറഞ്ഞ ഡേറ്റ് ഇന്നലെയായിരുന്നു. നോർമൽ ഡെലിവറിക്ക് വേണ്ടിയുള്ള കാത്തിരിപ്പ. ഡേറ്റ് കഴിഞ്ഞെങ്കിൽ സിസേറിയൻ ചെയ്യല്ലേ വേണ്ടത്? മോക്ക് പെയിൻ ഉണ്ടോ? ഇടയ്ക്കൊക്കെ നല്ല പെയിൻ ഉണ്ടെന്നാ അവള് പറഞ്ഞത്. നിങ്ങൾ എന്ത് മണ്ടത്തരമായി കാണിക്കുന്നത്? ഡോക്ടറോട് സംസാരിച്ച് മകളുടെ സിസേറിയൻ നടത്താൻ നോക്ക്. ഡോക്ടർക്കും റെസ്പോൺസിബിലിറ്റി ഇല്ലേ? ആരാ ഡോക്ടർ? അയ്യോ സർ, അതൊന്നും അല്ല കാര്യം. എന്റെ മോൾക്കൊരു സ്കിൻ അലർജി ഉണ്ട്. സ്കിന്നിൽ പെട്ടെന്ന് തന്നെ അലർജി വരും. സിസേറിയൻ ആണെങ്കിൽ അവളുടെ ജീവൻ തന്നെ അപകടത്തിലാവും. ജീവൻ തിരിച്ചു കിട്ടാനുള്ള സാധ്യത കുറവെന്നാണ് ഡോക്ടർ പറഞ്ഞത്. നോർമൽ ഡെലിവറിക്ക് വേണ്ടി പ്രാർത്ഥനയുമായി കഴിയുന്നത് അതുകൊണ്ടാ. പെയിൻ ഇല്ലെങ്കിൽ പിന്നെന്താ ചെയ്യാ? എനിക്കൊന്നും അറിയില്ല. മുന്നിലിപ്പോ 2 ജന്മങ്ങളാ. എന്റെ കുട്ടി അങ്ങോട്ടോ ഇങ്ങോട്ടോ എന്നറിയാതെ കിടക്കുക. ആന്റി കരയാതെ, ദൈവം രക്ഷിക്കും. ഞാൻ വിളിക്കാത്ത ദൈവങ്ങളില്ല മോളെ. മോളുടെ അച്ഛൻ ശാസ്ത്രികൾ പറഞ്ഞ പ്രകാരം ഏതോ ഒരു ദേവീക്ഷേത്രത്തിലേക്ക് പോയിരിക്കുക. അവിടെ കുട്ടിമുണ്ട് നടക്കി വെച്ച് പ്രാർത്ഥിച്ച സുഖപ്രസവം നടക്കുമെന്ന ശാസ്ത്രികൾ പറഞ്ഞത്. ആന്റി സമാധാനായിട്ടിരിക്കെ.
ശാസ്ത്രികളെ പറഞ്ഞതെങ്കിൽ ആ പ്രവചനം തെറ്റില്ല. അവിടുത്തെ ദേവി ശക്തിയുള്ളതാവും. അമ്മയുടെ മകൾക്ക് സുഖപ്രസവം തന്നെയാവും. മോളുടെ നാവ് പൊന്നായിരിക്കട്ടെ. അവക്ക് ഇങ്ങനൊരു പ്രശ്നമുണ്ടെന്ന് മനസ്സിലാക്കി 2ാം മാസത്തിൽ കുഞ്ഞിനെ അബോർട്ട് ചെയ്യാൻ പറഞ്ഞതാ. അവൾ അത് കേട്ടില്ല. ഇപ്പോ 2 ജീവനെ കുറിച്ച് സങ്കടപ്പെടേണ്ട അവസ്ഥയായില്ലേ? ഏയ് കരയാതെ. മോൾ ഇവിടെ വന്ന് നിൽക്കായിരുന്നോ? 27 വർഷത്തെ എന്റെ കാത്തിരിപ്പിന്റെ സാഫല്യ ഞാനിപ്പോ അനുഭവിക്കുന്നത്. എന്തായാലും നാട്ടിലേക്ക് വന്നതില് നടക്കില്ലെന്ന് കരുതിയിരുന്ന ഒരു കാര്യം നടന്നു കിട്ടി. മാണിക്യമംഗലം മോക്ക് സ്വന്തമായി. ഇനി അമ്മയുടെ വിവരം കൂടി എത്രയും പെട്ടെന്ന് അറിയാൻ പറ്റും. അങ്ങനെയാ എന്റെ മനസ്സ് പറയുന്നത്. എനിക്കെന്റെ അമ്മയുടെ കൈ പിടിച്ചിറങ്ങിപ്പോയതുപോലെ തിരികെ തറവാട്ടിലേക്ക് ചെന്ന് കയറണം. അതിനു മുൻപ് തറവാട് പഴയ പ്രൗഢിയിലെത്തിക്കണം. ആഗ്രഹിച്ചതുപോലെ ചുറ്റുമതിൽ കെട്ടി ഗേറ്റിൽ മാണിക്യമംഗലം എന്ന് കൊത്തിവെക്കണം. വിലയ്ക്ക് വാങ്ങാൻ ശ്രമിക്കാതിരുന്നെങ്കിൽ കുറച്ചു നേരത്തെ തറവാട് കൈ കിട്ടുമായിരുന്നു. വക്കീലിന്റെ മുന്നിൽ മാറ്റി പറയേണ്ടി വന്നില്ലേ? അതിന് അയാൾ ആവശ്യപ്പെട്ട തുക നമ്മൾ കൊടുത്തില്ലേ? വന്നിരിക്കുന്നത് യഥാർത്ഥ അവകാശി ആയിരിക്കണമെന്നുള്ള നിബന്ധന മാത്രമേ സഞ്ജുവിനുണ്ടായിരുന്നുള്ളൂ. അവരുടെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അവർ അന്വേഷിച്ചതുമില്ല. ഹലോ ഡോക്ടർ, ഇനി എന്ത് പ്രതീക്ഷയുള്ളത്? താങ്ക് യു ഫോർ ദ ഇൻഫർമേഷൻ. എന്താ മോളെ? പ്രഭാചന്ദ്രനും കാഞ്ചനയും മകളുമായി ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടെന്ന് ഡോക്ടർ ചിന്താമണിയെ വിളിച്ചത്. മകളെ പുറത്തു കൊണ്ടുപോകാനുള്ള ശ്രമത്തിലാണ് പ്രഭയെന്ന് അറിയാമല്ലോ. അതിന് തടയിടാൻ നമ്മളൊരു ശ്രമവും നടത്തിയതാ. വിദേശത്ത് കൊണ്ടുപോകാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാ ഇപ്പൊ ഡോക്ടർ ബൽറാമിനെ കാണാൻ പോയിരിക്കുന്നത്. സ്കാനിങ് കഴിഞ്ഞത്രേ. വെച്ച് താമസിപ്പിക്കാതെ ഒന്നിച്ച് പറഞ്ഞു വിടുന്നതാ മോളെ നല്ലത്. ആ പെണ്ണിനെ കാണാൻ പോകുന്നതല്ലേ, ഇത് അവൾക്കൊരു സമ്മാനം കൂടിയാവും. ചേച്ചിക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറാവൾ. ഒരാൾ പോലും ഈ ശ്രമത്തിൽ നിന്നും രക്ഷപ്പെടരുത്. അതിന് വേണ്ടതെന്താന്ന് വെച്ചാൽ നമ്പീശം ചെയ്യണം. മംഗലശ്ശേരിയിലെ അംഗസംഖ്യയിൽ 3 എണ്ണം വെട്ടിക്കുറയ്ക്കണം. ഇത്തവണ ഒരു ടിപ്പർ ലാറി മതി. കരുക്കൾ നമ്പീശം വെച്ചോളാം. സഞ്ജുവിന്റെ മുന്നിൽ അനിയത്തിയെന്നും പറഞ്ഞ് ഇവളെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താനല്ലേ അവൾ ശ്രമിച്ചത്? അതിനവൾ ആരാ? ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയുടെ വില മാത്രമേ അവക്കുള്ളൂ. സഞ്ജുവിന് കല്യാണം കഴിഞ്ഞെന്ന് ശാസ്ത്രികൾ പറഞ്ഞത് സത്യമായിരുന്നു. കേട്ടറിഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ കഴിയുന്നതല്ല.
സഞ്ജുവിന്റെ അമ്മുവിന്റെ വിവാഹം യാദൃച്ഛികമായി സംഭവിച്ചെന്ന് കരുതാൻ പറ്റില്ല. എന്തൊക്കെയോ അന്തർനാടകങ്ങൾ അതിന്റെ പിന്നിലുണ്ട്. കല്യാണ കുറിയടിക്കുക, ഫ്ലെക്സ് വയ്ക്കുക, അവൻ ചതിച്ചത് തന്നെ. ശ്രീകുട്ടിയുമായിട്ടുള്ള എൻഗേജ്മെന്റിന് മുമ്പാണ് അത് നടന്നത്. ഇനി സഞ്ജു അമ്മു ശ്രീകുട്ടിയുടെ മുന്നിൽ അഭിനയിക്കാൻ പാടില്ല. അവൾ ഒരു മണ്ടിയായി പോകുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്ന കാര്യവുമല്ല. ഇന്നും മടങ്ങിച്ചെന്ന് ശ്രീകുട്ടിയോട് വിവരങ്ങൾ പറയണം. സഞ്ജുവിൻ്റെയും അമ്മുവിൻ്റെയും കാര്യത്തിൽ എന്ത് വേണമെന്ന് ശ്രീകുട്ടി തീരുമാനിക്കട്ടെ. അവനിലുള്ള പ്രതീക്ഷ ശ്രീകുട്ടിക്ക് ഇല്ലാതാവുന്നതാണ് നല്ലത്. ഹലോ ചേച്ചി, ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങിയോ? ഇല്ല മോ, ഡോക്ടർ റൗണ്ട്സിന് പോയിരിക്കോ. ഉടനെ വരും. സ്കാനിംഗ് റിപ്പോർട്ടിന് വേണ്ടി ഇവിടെ കാത്തിരിക്കോ. അല്ല, നീ എവിടെ എന്തെടുക്കോ? ഞാനിപ്പോ ക്ഷേത്രത്തിലാ. ഇവിടെ എത്തിയിട്ടേ ഉള്ളൂ. നീ ക്ഷേത്രത്തിലാണോ? അത്ഭുതം തന്നെ. എന്താ ചേച്ചി? അമ്മു, ഇവിടെ ഒരു അമ്മ വലിയ സങ്കടത്തിലാ. അതെന്താ? ആ അമ്മയുടെ മകള് ലേബർ റൂമിലാ. സിസേറിയൻ ചെയ്യാൻ പാടില്ല, ചില കോംപ്ലിക്കേഷൻസ് ഉണ്ട്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നോർമൽ ഡെലിവറി ആവാനുള്ള പ്രാർത്ഥനയിലാ ആ അമ്മയും വീട്ടുകാരും. നീ ദേവിയോട് ആ അമ്മയുടെ മകൾക്ക് സുഖപ്രസവം ആവാൻ പ്രാർത്ഥിക്കണേ. ഉറപ്പായി ഞാൻ പ്രാർത്ഥിക്കും ചേച്ചി. നിന്റെ പ്രാർത്ഥന ദേവി കേൾക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ആ അമ്മയെ എങ്ങനെ സഹായിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാ ഞാൻ നിന്നെ വിളിച്ചത്. ആ അമ്മയോട് സമാധാനത്തോടെ ഇരിക്കാൻ ചേച്ചി പറ. ഞാൻ ചെന്ന് പ്രാർത്ഥിക്കാം. ശരി അമ്മു. അമ്മ ധൈര്യമായിട്ടിരിക്കെ. എന്റെ അനിയത്തി ഇപ്പൊ ക്ഷേത്രത്തിലാ ഉള്ളത്. അമ്മയുടെ മകൾക്ക് വേണ്ടി അവള് പ്രാർത്ഥിച്ചോളും. ഒരുപാട് നന്ദി മോളെ. ഇങ്ങനൊരു സന്ദർഭത്തിൽ നല്ലൊരു കാര്യം ചെയ്യാൻ എന്റെ ആരും അല്ലായിരുന്നിട്ടും മോക്ക് തോന്നിയല്ലോ. ദൈവത്തെ അല്ലേ നമുക്ക് ആശ്രയിക്കാനുള്ളൂ. എന്റെ അനിയത്തിയുടെ പ്രാർത്ഥനകളൊന്നും വെറുതെ ആയിട്ടില്ല. അമ്മയുടെ മോൾക്ക് സുഖപ്രസവമായിരിക്കും. അവൾ പ്രാർത്ഥിച്ച ഏത് ദൈവം കാതു തുറക്കാന്? ഇല്ല, ഇനിയും എൻ്റെ മോള് വിട്ടിയാവരുത്. കൂടെ നിന്ന് ചതിക്കുന്നവളുടെ മുഖം ഇന്ന് എനിക്ക് തുറന്നു കാട്ടണം. ദേവി, ദക്ഷ ആഗ്രഹിച്ചതെന്തോ അതൊക്കെ നേടി. മംഗലശ്ശേരിക്കാരോടുള്ള ദക്ഷയുടെ പക ഇടങ്ങണേ. അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്യാത്ത നല്ല മനസ്സുള്ളവരാ മംഗലശ്ശേരിയിലുള്ളവര്. അവരോട് കനിവ് കാട്ടണേ ദേവി. ഇനി എന്താ സംഭവിക്കാന്ന് എനിക്കറിയില്ല. എന്റെ കൂടെ നിൽക്കണേ ദേവി. ഞാൻ ഇത്രയും ഭയക്കുന്നത് എന്നെ ഓർത്തല്ല, മംഗലശ്ശേരിയിലുള്ളവർക്ക് ഒരു പോറൽ പോലും വരരുത്. അദ്ദേഹത്തെയും എന്റെ ചേച്ചിയും കാത്തോളണേ. ദക്ഷയ്ക്ക് വേണ്ടത് എന്റെ ജീവനാണെങ്കിൽ അവരുടെ മുന്നിലേക്ക് ഞാൻ പോവാ. എന്റെ ചോര കൊണ്ട് ദക്ഷയുടെ ദാഹം അടങ്ങട്ടെ. ദേവി, ചേച്ചി വിളിച്ച് ഏതൊരമ്മയുടെ സങ്കടം എന്നോട് പറഞ്ഞു. ആ അമ്മയുടെ മകൾക്ക് ഒരാപത്തും വരുത്തരുതേ, സുഖപ്രസവം നടക്കണേ. ചേച്ചി എന്നോടൊരു കാര്യം പറഞ്ഞ അതിലും വലുതായിട്ട് എനിക്കൊന്നുമില്ല.
ഇതെന്റെ ഏറ്റവും വലിയ പ്രാർത്ഥനയാണ്. ദക്ഷയുടെ മുന്നിലേക്കാണ് ഞാൻ പോകുന്നത്. എന്റെ പ്രാർത്ഥനകൾ അമ്മ സ്വീകരിക്കണേ.